വാടക ഗർഭപാത്രം അല്ലെങ്കിൽ സെറോഗസി എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്? അത് തീർച്ചയായിട്ടും വരേണ്ടത് ഈ സിവിയർ അഡിനോമയോസിസ്, അതായത് ആ ഗർഭപാത്രം വെച്ച് നമുക്കൊരു കുഞ്ഞിനെ താങ്ങാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ കുഞ്ഞ് ഒരു ഗർഭം ധരിക്കാനോ അതിനെ തുടർന്ന് കൊണ്ടുപോകാനോ ഉള്ള കഴിവില്ലാത്തൊരു ഗർഭപാത്രം. അത് വരുന്ന കണ്ടീഷനിൽ ഒന്ന് അഡിനോമയോസിസ്, സിവിയർ അഡിനോമയോസിസ് ഉള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ റെക്കറൻറ്റ് മിസ്കാരേജ്, അതായത് ആ അമ്മയുടെ ശരീരം ആ കുഞ്ഞ് വരുമ്പോൾ തന്നെ അതിനെ നമ്മൾ അബോർഷനാക്കുകയും അതിനെ ബ്ലീഡിങ് ആയി അതിൻ്റെ തുടുപ്പ് നിർത്തി അബോർഷനാക്കുകയും ചെയ്യുന്ന ചില കണ്ടീഷൻ. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ, അതായത് ആ അമ്മയ്ക്ക് ഒരു രീതിയിലും ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ വെക്കാൻ പറ്റാത്ത കണ്ടീഷൻസിലാണ് നമ്മൾ സെറോഗസി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നതും. അതായത് നമ്മുടെ ആ വ്യക്തിയുടെ അണ്ഡം എടുക്കുകയും ആ പുരുഷൻ്റെ ബീജം എടുക്കുകയും രണ്ടും കൂടെ ചേർത്ത് കുഞ്ഞാക്കുകയും ആ കുഞ്ഞിനെ നമ്മൾ വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും. അപ്പം നിങ്ങൾ അറിയേണ്ടത്, ആ സ്ത്രീയാണ് ഗർഭം ധരിക്കുന്നതെങ്കിലും നിയമപരമായിട്ട് പൂർണ്ണമായിട്ടും ആ ഉത്തരവാദിത്തം ആ ഗമേറ്റ്, അതായത് ആ എഗ്ഗും ആ സ്പേമും തന്ന പേരൻറ്റ് തന്നെയാണ്. എന്നിട്ട് ആ സ്ത്രീ ഗർഭം ധരിക്കുകയും അവർ പ്രസവിക്കുകയും ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സെറോഗസി എന്ന് നമ്മൾ പറയാം.